ചെയ്യും. എക്സൈറ്റഡ് ആണ്, നല്ല പേടിയുണ്ട്. കാരണം നമ്മൾ പുലിമടയിലാണ് വന്നിരിക്കണം. പുലിമട. ചേച്ചി, ഈസ് ഇറ്റ് സേഫ്? സേഫ്. ഡോണ്ട് വറി. ഞാൻ കൊണ്ടോട്ടാ. ഉണ്ണി വാവോ പുലി ഉണ്ണി വാവോ. കളിക്കണ ഒരു പൂച്ചക്കുട്ടി കളിക്കണം. ഒരു വലിയ പൂച്ച നമ്മുടെ അടുത്ത് നിന്ന് കളിച്ച് എങ്ങനെയൊക്കെ അതേപോലെയാണ് ഇരിക്കണം. പക്ഷെ നമ്മളെ മനസ്സിലൂടെ പട്ടാന്ന് അടിക്കുകയാണ്. എല്ലാം പുലിയുടെ ടോയ്സ്. നമ്മുടെ പുലി ഓട്ടോയിൽ പോകണണ്ട. പുലി ഓട്ടോയിൽ പോണത്. ഞാൻ കൂടെ പോരുന്നത് പുലി ചോദിച്ചാ ചേച്ചി വീണത്. മോനെ മാമേ ഹലോ, നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത് മനസ്സിലായോ? തായ്ലാൻഡിൽ എവിടെയാണെന്ന് ഒരു ഐഡിയ എങ്കിലും കിട്ടിയോ? ഈ ഡ്രസ്സ് കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ പിടി കിട്ടുന്നുണ്ടോ? എങ്കിൽ ഞാൻ പറയാം. നമ്മൾ വന്നിരിക്കുന്നത് തായ്ലാൻഡിലെ മെയിൻ സംഭവമായ ടൈഗർ പാർക്കിലാണ്. പിന്നെ ഈ വീഡിയോ ചെയ്യുന്ന മെയിൻ കാരണം ഒരു സംഭവമുണ്ട്. തായ്ലാൻഡ് ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയതാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടോ? എങ്കിൽ ഇത് കണ്ടിട്ട് പറയാം. ഫാമിലി അല്ല, കൊച്ചു പിള്ളേരൊക്കെ വന്നാൽ ഇവിടെ പൊളിയാണ്. നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് എനർജിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് അകത്തോട്ട് പോവാം. നമ്മളിവിടെ വരുമ്പോൾ തന്നെ അവരൊരു സംഭവം എഴുതാൻ തരും. അതിൽ എഴുതണം പുലി വീഴ്ച നമ്മൾ ഉത്തരവാദി എല്ലാം തോന്നുന്നു അത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ് നമുക്ക് ഏജൻറ്റ് ഹോളിഡേ ടീം അവരെടുത്ത് തരും. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യണം. മീഡിയം പുലി വേണോ, ഏത് പുലി വേണോ നമ്മളിവിടെ സെലക്ട് ചെയ്യണം. കണ്ടില്ലേ? മീഡിയം ഉണ്ട്, പക്ഷേ ഇതിനൊക്കെ ഒരു സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റിയ ടൈഗറിനെ നമുക്ക് എടുക്കാം. താങ്ക് യു. ഓ, ഇതേ ടൈഗർ പാർക്കിലാണ് നമ്മളിവിടെ നിൽക്കണം. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ള മീഡിയം വേണോ സ്മോൾ വേണോ എന്നൊക്കെ ടൈഗർ സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ അടുത്തൊരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാ? നമ്മൾ എടുത്തിരിക്കുന്നത് സ്മോളും സ്മോളും മീഡിയം ആണ്. ബേബി ടൈഗർ കൊണ്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് 2 അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ ലാർജ് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ മീഡിയവും സ്മോളും കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് എത്ര? ഒരാൾക്ക് 1250 ബാത്ത്. നമ്മൾ എടുത്തത് 1250 ബാത്ത്. അപ്പോൾ 2 പേർക്കും വരുമ്പോൾ ഏകദേശം 2500 അല്ലേ? 2500 ബാത്ത് ഉണ്ട്. പുറത്താണോ നോക്കാം. 4000 അടുപ്പിച്ച് വരുന്നുണ്ട്. ഓക്കെ, അല്ല അതെ 5000 വരുന്നുണ്ട്. സോ നമ്മൾ വരുമ്പോൾ നമ്മളടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ കുറച്ച് കടകളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കിവിടെ നോക്കാം. പുലിയുടെ എന്തൊക്കെയോ സംഭവമാണ് ഇവിടെ. കണ്ടില്ലേ പുലിയുടെ ടോയ്സും കാര്യങ്ങളും. ദേ ഒരു വലിയ പുലിയുണ്ട്. കുഞ്ഞു കുഞ്ഞു പുലിക്കുട്ടികൾ. ചക്കു ഇതൊക്കെ എത്രയാ? 320 ബാത്ത് ആണോ? 320 ബാത്ത്. നമുക്ക് ഇറങ്ങുമ്പോൾ നോക്കാൻ പറ്റുമെങ്കിൽ. ഓക്കെ, ഇപ്പോൾ വാങ്ങി അകത്തുകൊണ്ട് നടക്കണ്ടല്ലോ. കണ്ടല്ലേ ഇതുണ്ട് ഒരുപാട് പുലിയുടെ മുഖം മൂടിയൊക്കെ ഉണ്ട്. നമുക്ക് പുലിയുടെ ബാഗായിരുന്ന, സോറി മുഖം മൂടിയല്ല, ബാഗായിരുന്നത്. വലിയൊരു പുലിയുണ്ട് ഇവിടെ. സോ പുലിയുടെ തീമിലുള്ള പരിപാടിയാണ്. നമ്മുടെ കുഞ്ഞു ക്യൂട്ട് പുലികളുണ്ട്. കണ്ടില്ലേ പുലിയുടെ ഡിസൈൻ ബാഗ്സ് ഉണ്ട്. സോ ഇവിടെ വരുമ്പോൾ പുലിയുടെ തീമായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. 320 ബാത്തിനൊക്കെ കുഞ്ഞു ബൊമ്മയൊക്കെ സ്റ്റാർട്ടാവുന്നുണ്ട്. ഓക്കെ, എല്ലാം പുലിയുടെ ടോയ്സ്. അതുകൊണ്ട് പുലി ഓട്ടോയിൽ പോകണണ്ട. പുലി ഓട്ടോയിൽ പോണത്. പുലിയുടെ കീച്ചൻ വേണമെങ്കിൽ പുലിയുടെ കീച്ചൻ. അയ്യോ നല്ല സ്മൂത്താണ് കേട്ടോ. ഇവിടെ റേറ്റ് ഇച്ചിരി കൂടുതലാണ്. എല്ലാം 350 ബാത്തൊക്കെ. സോ വാങ്ങണമെന്ന് നിർബന്ധമല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. നല്ല റേറ്റ് ഉണ്ട് ഇവിടെ. സോ കുഞ്ഞു പിള്ളേരെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാതെ നോക്കുക. ഒറിജിനൽ പുലി കാണിക്കാൻ കൊണ്ടുപോവുക. സോ നമുക്ക് വെയിറ്റിംഗ് ഏരിയയിലോട്ട് പോവാം. താങ്ക് യു. വെയിറ്റിംഗ് ഏരിയയിലോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ
കഴിക്കാം. ഓയ്യോ എൻ്റെ മോനെ അങ്ങ് നോക്കിയേ, ഇത് കാണുന്നുണ്ടോ? അവിടെ പുലി കാണുന്നുണ്ടോ? ഇതേ അവിടെ പുലി കണ്ടോ? ഇവിടെ താങ്ക് യു. സോ അതെ നമ്മൾ ടിക്കറ്റ് എടുത്തില്ലേ, ആ ടിക്കറ്റാണ് നമ്മളെ കയ്യിൽ ഇരിക്കണത്. നമ്മൾ പാക്കേജ് ആയല്ലേ എടുത്തേ. അതെ കണ്ടാ ടൈഗർ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഞാൻ ഓക്കെ ആണോ എന്ന് അറിയില്ല, അവിടെ പോയി നോക്കാം. ദേ 14,000 രൂപ വേസ്റ്റ് ആവുമോ? ടൈഗറിൻ്റെ പുലിമടയിലാണ് വന്നിരിക്കുന്നത്. അതായത് ഷർട്ടൊക്കെ കണ്ട ഈ ഷർട്ട് ഇട്ടാണ് അതിൻ്റെ അടുത്ത് പോണത്. ഇനി അതിൻ്റെ അല്ല എന്നൊക്കെ പിടിക്കുമോ എന്നെ? ആ ഇവിടെ ഉണ്ട്. ദേ നിങ്ങൾ നോക്കിയേ, ഇവിടെ പുലി നോക്കിയേ, കണ്ടോ? ഇതൊക്കെ ഇച്ചിരി കുഞ്ഞു പുലികളാണ്. ഓക്കെ, എവിടെയൊക്കെ തൊട്ടുകൂടാ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തരാണ്. നോ വീഡിയോ കോൾ. ഓക്കെ, നോ ഫ്ലാഷ്. Follow the staff นะคะ Follow with staff. ഓക്കെ. ഇത് കാണുവാനെ പേടിയാവണല്ലോ. ഓക്കെ. Are you ready? യെസ് റെഡി. പേടിയുണ്ട് ചേച്ചി, പേടി. ഈ ടിക്കറ്റ് This my bag inside. ഓക്കെ. ടിക്കറ്റ് വെച്ചാ I take care. Don't ബാഗൊക്കെ നമുക്ക് ഇവിടെ വയ്ക്കണം. tickets. You can photo. ക്യാമറ എടുത്തേ, ഐഫോൺ എടുത്തേ. Yes. സോ ഫോൺ എടുത്തു. നമ്മുടെ DJ ഉണ്ട്, മൈക്ക് ഉണ്ട്. നമ്മളിതെല്ലാം കൂടി ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. You can look small. ചേച്ചി ഈസ് ഇറ്റ് സേഫ്? Yes. സേഫ്, Don't worry. ഡോണ്ട് വറി. Ngam. ചേച്ചി സേഫ് എന്നൊക്കെയാ പറയണേ. സേഫ്. Yes. ഹാർട്ട് ബീറ്റ് ടപ് ടപ്. യുവർ നെയിം പുയ്. Yes. പുയ് ചേച്ചി പറഞ്ഞു സേഫ് എന്നൊക്കെയാണ്. യു സി ടൈഗർ ടൈഗർ. My ആ God. ഇവിടെ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലുണ്ട്. അപ്പോൾ ഇവരുടെ രീതിക്ക് നമ്മൾ പോകണം. You can have. യു നോ ദിസ് ഈസ് ഇൻ ഇന്ത്യ, ദിസ് ഈസ് അവർ നാഷണൽ അനിമൽ. ആ ഞാൻ കൊണ്ടോട്ടാ. Wow. യു ലുക്ക് ക്യൂട്ട് നാ. You pay me, right? ആ Huh? കമി. ഞാൻ കൂടെ പോരുന്ന പുലി ചോദിച്ചാൽ ചേച്ചി വരുന്നത്. ഞാൻ ചോദിച്ചു പുലിയെ കൊണ്ടുപോട്ടോ. ചേച്ചി വരണമെന്ന്. ഞാൻ ചേച്ചിയെ ഫീഡ് ചെയ്യുന്നു. ഞാനും ബാ എന്ത് ഓക്കെ. പുലിയെ കാണാൻ പുലിയെ കാണാൻ പോവുകയാണ് നമ്മൾ. ചേട്ടാ സേഫ് അല്ലേ? സേഫ്. ചേട്ടനും എന്തൊക്കെയാ പറയാ. അയ്യോ ചക്കു ഇതാണോ സ്മോള്? അണ്ണം പറ്റിച്ച്, അക്കയും പറ്റിച്ച്. ഒരു സ്മോൾ എന്ന് പറഞ്ഞിട്ട് ഓക്കെ, അത് ബേബി, ഇത് സ്മോളാണ് കേട്ടോ. അപ്പോൾ മീഡിയം എങ്ങനെ ആയിരിക്കും? അങ്ങനെ ടൈഗർ, ഇത് ബേബി ടൈഗർ ആണ്. ബേബി അല്ല, നമ്മുടെ സ്മോൾ ടൈഗർ ആണ്. അപ്പം നമ്മളൊരു സിംഗിൾ കേജിൽ തന്നെ നമ്മുടെ സ്മോൾ ടൈഗറും ഉണ്ട്, മീഡിയം ടൈഗറും ഉണ്ട്. ഈശ്വര, ഉറക്കമാണോ മോനെ? മാവേ ഓക്കെ. പുലിക്കുട്ടൻ്റെ ടെയില്. ചെറിയൊരു പേടിയുണ്ട്, നെഞ്ചിനകത്ത് ടപ്പ് ടപ്പ് നടിക്കുകയാണ്. ബട്ട് പാവമാണ് കേട്ടോ. ക്യൂട്ട് പാവം. ഇത് എണീക്കോ? ദൈവമേ. കണ്ടില്ലേ, പുലിയാണ് പുലി. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരു പുലിയുടെ അടുത്ത് നിൽക്കുമെന്ന്. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ, കാലിൻ്റെ സൈസൊക്കെ നോക്കിയേ. ക്യാൻ ഐ ഹോൾഡ് ദ ടൈൽ? പുലിയുടെ വാല് കണ്ട. എൻ്റെ മോനെ ഉറങ്ങിക്കോ.
ഉണ്ണി വാവാവോ പുലി ഉണ്ണി വാവാവോ. എണീറ്റല്ലേ? ഞാൻ കഷാപ്പായതിന് കഷാപ്പ്. പേര് നെയിം ഫാസായി വേണ്ട വിളിക്കണ്ട, ചിലപ്പോൾ ഓണമെന്ന് എൻ്റെ അടുത്ത് ഒന്നല്ല. കണ്ടില്ലേ? കെന കിസ് പുലീരുമായിട്ടൊരു ചെറിയൊരു ലീലാവിലാസം. കണ്ടില്ലേ? പുലിക്കുട്ടി. വാട്ട് ക്യാൻ ഐ ഡു വിത്ത് ജസ്റ്റ് ഫോട്ടോ? നമ്മൾ ഒരു പുലിയെ കണ്ടു, അത് അടുത്ത പുലി ഇവിടെ ഉണ്ട്. ഇതേ ഗംഭീര ലുക്കിൽ ഉറക്കമാണോ? കണ്ടോ കണ്ടില്ലേ? ശരിക്കും പേടിയുണ്ട്, എനിക്ക് ശരിക്കും പേടിയുണ്ട്. മറ്റേത് ബേബി ടൈഗർ ആണെന്ന് വിചാരിക്കാൻ, ബട്ട് ഇത്തിരി ലാർജ് സൈസ് ആണ്. അയ്യോ, ഇത് ആക്ച്വലി നമ്മൾ ആ ഷോപ്പിലൊക്കെ കണ്ടല്ലോ, നമ്മൾ ടോയ്സ് അതുപോലെ ഉണ്ട്. എന്ത് സ്മൂത്ത് ആണ്. അത് ഉറങ്ങയായിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. ഇത് ഉറക്കമല്ല. Can I take tail? Say. അടുത്തവൻ നമ്മൾ ഇവനെ കാണാൻ പോവാ. ഭയങ്കര സ്മൂത്തൊക്കെയാണ്, നല്ല ഉറക്കമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ദൈവൻ്റെ ലൈൻ ടെക്സ്ചർ കണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പം ദേഷ്യം വേണതും സങ്കടം വേണതും നമ്മൾ തിരുവനന്തപുരത്തിലെ പുലിയെ കാണുമ്പോൾ, തിരുവനന്തപുരം സൂല പുലി ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ? ഉണങ്ങി മെലിഞ്ഞിട്ട് ഫുഡും ഇല്ലാതെ പാവം. ഇവിടുത്തെ അതിൻ്റെ ടെക്സ്ചറൊക്കെ കാലുമൊക്കെ ഇതൊക്കെ സത്യം മീഡിയോ. ഹൗ മച്ച് മന്ത്സ്? 8 months. 8 മാസമായ പുലിയുടെ ബോഡിയൊക്കെ കണ്ട. പുളിയല്ലേ? അടുത്തേക്ക് ചെറുതായി കൈ വറക്കുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് ഇത്രയും പേടിയില്ലായിരുന്നു. ടെയിൽ അല്ലേ? ടെയിൽ പുലിയുടെ ടൈൽ വെച്ചാണ് കളി. കാലും ടെക്സ്ചറും മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ, ഏഴുമല പൂഞ്ചോല മാമനിക്ക് മണിമാല എന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ മറ്റേ തറവില്ലേ, അതേപോലത്തെ ഫീലാണ്. അയ്യോ രക്ഷയില്ല. കണ്ടില്ലേ ടെക്സ്ചറൊക്കെ? കണ്ടില്ലേ അതിൻ്റെ ടൈൽ കിടക്കണാണ്ടാ, ബാല് കിടക്കണാണ്ടാ? ഇത് എണീക്കണ്ട ചേട്ടാ, എണീപ്പിക്കല്ലേ. അയ്യോ. സോ നമ്മൾ ഇവൻ്റെ അടുത്ത് യാത്ര പറഞ്ഞോട്ട് നമ്മൾ പോവുകയാണ്. ബൈ ബൈ മോനി. നമ്മൾ കണ്ടില്ലേ, ആ സ്മോളാണ്. ഇനി കാണാൻ പോണ എന്തോന്നറിയോ? ലാർജ്. സ്മോളിൻ്റെ അടുത്തേക്ക് എൻ്റെ കൈ കാല് വറക്കില്ലേ? പിന്നെ ഉണ്ടായതേ ഉള്ളൂ, രണ്ടാമത് ഓക്കെയാണ്. 8 മാസമുള്ള അതിൻ്റെ ഇന്നപ്പോൾ നമുക്ക് പേടിയുണ്ട്. ഇനി എനിക്കൊന്ന് ഇച്ചിരി ഏജുള്ള സംഭവം, ലാർജാ. ടെൻഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. പേടിയുണ്ട്. നല്ല തിരക്കുള്ള ദിവസമാണ് ഞങ്ങൾ വന്ന്. ഇപ്പോഴാ പുലിയെ കണ്ടതിൻ്റെ എക്സൈറ്റ് മാറിയിട്ടില്ല. ആ വലിയ പുലിയെ കാണാൻ പോയപ്പം നമുക്ക് അവിടെ കുറച്ച് നേരം ആവും എന്ന് പറഞ്ഞല്ലേ, നല്ല തിരക്ക് കാരണം. ഒരു 30 minutes ആവും. നമുക്ക് ആ നേരം കൊണ്ട് ബാക്കി ഇവിടുത്തെ പ്ലേസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഇവിടെ കറങ്ങി നടന്ന് പുലികളൊക്കെ കാണാം. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പുലിയെ തൊടല്, സൗണ്ട് ഉണ്ടാക്കല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ. എൻ്റെ പുലിയൊന്നും കാണാനില്ല. ഇതേ ഇവിടെ ഒരുത്തുണ്ട് കേട്ടോ, ഇതേ ഒരുത്തും കിടക്കണണ്ട ആ കോർണറിൽ. ബോറടി കിടക്കണം. ഡോയ് സത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പുലിയെ കണ്ടതിൻ്റെ എക്സ്പീരിയൻസ് പറയും. പേടിയാണ്. നമ്മളിപ്പോൾ കണ്ടത് സ്മോളാണ്, ഒരു 8 മാസം പ്രായമുള്ളത്. ഇനി കാണാൻ നമ്മുടെ ലാർജാണ്. അപ്പോൾ സ്മോളിൻ്റെ അടുത്ത് നിന്നപ്പോൾ നമ്മൾ എന്തായിരുന്നു ചക്കുവിൻ്റെ എന്തായിരുന്നു? എന്തായാലും ഒരു വൈൽഡ് അനിമലിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും നമുക്കൊരു പേടിയാണല്ലോ. ഓഫ് കോഴ്സ് ആ പേടി എനിക്കുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് പോയപ്പോഴത്തേക്കും അത് അതിൻ്റെ പാട്ടിന് കിടന്നു. നമ്മളതിനെ ശല്യപ്പെടുത്താതിരുന്നാൽ അത് പിന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഹാഫ് സൈഡ് നമുക്ക് തൊടാം, അതിന് മേളിൽ തൊടാൻ പാടില്ല. ചിലപ്പോൾ അതിന് ഡിസ്റ്റർബ് ആയാൽ അത് ചിലപ്പോൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ നാട്ടിൽ വന്ന അണ്ണന്മാർ ഇവിടെ വന്ന് പുലിയെ ചൊറിയാതിരിക്കുക, അപ്പോൾ പുലിയും തിരിച്ച് കടിക്കാതിരിക്കും. ഓക്കെ, പുലിയെ കണ്ടിട്ട് ആക്ച്വലി നമ്മൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ഉത്തരവാദിയല്ല എന്തൊക്കെ എഴുതി കൊടുക്കേണ്ടി വരും. ഒന്നും പറ്റൂല. ഇവിടെ ഇവർ ഭയങ്കര ട്രെയിൻഡാണ്.
എനിക്ക് പറഞ്ഞാൽ എനിക്കിവിടെ പുള്ളിയുടെ ക്വാളിറ്റി ഉണ്ടല്ലോ അല്ലേ, കൊതി ടോയ് തൊടുമ്പോലെ തന്നെ ഇരിക്കും. നമ്മള് ഫ്രണ്ടിൽ കണ്ടല്ലോ. സോ നിങ്ങൾ അതെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ പേടിച്ച് പോകാതിരിക്കല്ലേ. ഈ അമ്മമാരും കുഞ്ഞു പിള്ളേരൊക്കെ വരുന്നെങ്കിൽ ധൈര്യത്തോടെ പോയിക്കോട്ടെ, ഒന്നും ചെയ്യില്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഫാമിലി ആയിട്ട് തായ്ലാൻഡ് വാ. കാരണം വെച്ചാൽ തായ്ലാൻഡ് വന്ന് നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഈ പുലിയൊക്കെ കാണാൻ പറ്റും, കോറൽ ഒരു ഐലൻഡ് പോകാൻ പറ്റും, പിന്നെ അൽക്കസാർ ഷോ കാണാൻ പറ്റും. ഓരോ ദിവസം നമുക്ക് ഒരു തീം സബ്ജക്റ്റ് എടുത്ത് വെച്ച് പൊളിക്കാൻ പറ്റും. ഒരു 5 days ലീവ് എടുത്ത് വരികയാണെങ്കിൽ അതെ പുറത്താണ്. മിസ്റ്റർ പുലിമുരുകൻ എങ്ങോട്ടാണ് പോകുന്നത്? പുലിയെ വേട്ടയാടാൻ. ഇവിടുത്തെ കാലാവസ്ഥ സത്യം പറഞ്ഞാൽ ഞാൻ ഇച്ചിരി മഴയൊക്കെ എക്സ്പെക്ട് ചെയ്താൽ വന്നത്. പക്ഷേ രാവിലെ ഇറങ്ങിയപ്പോൾ ഇച്ചിരി മഴ ഉണ്ടായിരുന്നു. മഴ വേണ്ട നമുക്ക്, പക്ഷേ ഒടുക്കത്തെ ചൂടാണ്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ വേർത്തൊരു പണ്ടാറടങ്ങും. ഒരുപാട് വെള്ളം കുടിക്കും ഇവിടെ വരുമ്പം. മഴ സമയത്ത് വരാതിരിക്കാൻ നോക്കുക, ഈ സമയത്ത് വന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മളിവിടെ പുലിയുടെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് സമയം കൂടുതൽ വേണം. കാരണം എന്ന് വെച്ചാൽ എല്ലാ പുലിയും തിരക്കുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പുലിയുടെ അടുത്ത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, മനസ്സിലായില്ലേ? വെയിറ്റ് ചെയ്ത് കാരണം അപ്പോൾ റൂമിൽ നിന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങുക. ഇപ്പോൾ ഏജൻസിക്കാരോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന ടാക്സി ഡ്രൈവേഴ്സ് ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തിന് അങ്ങ് ഇറങ്ങി നിൽക്കുക. ലേറ്റ് ആവരുത്, കാണാൻ പറ്റാതായി പോകും അല്ലേ. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ബേബി ടൈഗറിനാണ്. കുഞ്ഞു പട്ടിയല്ല, കുഞ്ഞു പുലിക്കുട്ടിയെ കിട്ടും. പക്ഷേ അത് നമുക്ക് പറ്റിയില്ല. കാരണം 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് വേറെയും പോണ്ടേ, സ്ഥലം പോണ്ടേ. നമ്മളൊരു 5 ദിവസത്തേക്കല്ലേ വന്നേ അല്ലേ. അതുപോലെ ജെയിൻ ടൈഗറിന് തിരക്കുണ്ട്. പിന്നെ ഗോൾഡൻ ടാബി എന്നൊരു ടൈഗർ ഉണ്ട്. അത് ഭയങ്കര ഇവിടെ ഫേമസ് ആണ്. അതിൻ്റെ അടുത്ത് പോകാനും ഭയങ്കര തിരക്കാണ്. ഇതിന് വേണ്ടി ഒരു രാവിലെ തൊട്ടൊരു വൈകുന്നേരം 3 മണി വരെ സമയം സ്പെൻഡ് ചെയ്താൽ നൈസാണ്. പിന്നെ നടന്ന് കാണാൻ പറ്റും. നടന്ന് കാണുമ്പോൾ ഒരുപാട് പുലികൾ ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ വരിവരിയായി കാണാൻ പറ്റും. പിന്നെ നല്ല അറ്റ്മോസ്ഫിയറാണ്, ആംബിയൻസ് ആണ് ചുറ്റിലുമൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കടകളും അതും ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മളവിടെ പറയുന്ന പോലെ പറഞ്ഞാൽ വെള്ളങ്ങൾ മറ്റുള്ളതൊക്കെ കുടിക്കാം പോയി. സോ അങ്ങനെ നമ്മളിത് ബിഗ് പുലിയെ കാണാൻ പോവുകയാണ്. ബിഗ് ടൈഗർ. ഓക്കെ ഓക്കെ അവിടെ മാത്രമേ തൊടാവൂ, ഫ്രണ്ടിൽ തൊട്ടുകൂടാ. ഓക്കെ സ്റ്റാഫിനെ നോക്കി പോകണം. ഓക്കെ നോ ഫ്ലാഷ് അടിച്ച് ഫോട്ടോ എടുക്കല്ലേ. വീഡിയോ കോളും ചെയ്യല്ലേ. ഇവിടെ ഇരുന്നിട്ട് വീട്ടിലെ മാമൻ്റെ മോനോ കൊച്ചൻ്റെ മോനോ വിളിച്ച് കാണിക്കാനോ പുള്ളിയെ കാണിക്കരുത്. ബാഗൊക്കെ ഇവിടെ വെച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. എൻ്റെ പൊന്നോ, ഇപ്പോൾ കാണാൻ പറഞ്ഞാൽ ലാർജ് ഇതിനെക്കാട്ടി വലുതുണ്ട്. ജെയിൻറ്റ് ലാർജിനെ കാണാൻ പോകുന്നു. ലാർജ് ഇതേ പുലിക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ട. ഓ ലക്ഷറി ലൈഫാട്ടോ ഇവിടുത്തെ പുലി. അവിടെ അടുത്തുണ്ട്. അയ്യോ അവൻ്റെ അടുത്താണ് നമ്മൾ പോകണം. പുലി എന്നെ തന്നെ നോക്കുകയാണല്ലോ. നമ്മുടെ ലാർജ് ടൈഗറാണ്. നല്ല പേടിയുണ്ട്. അമ്മേ ചെയ്യും ഇത് ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ട്. ഓ ഒന്നുമില്ലടാ. സോ നമ്മളിതാ ലാർജിൻ്റെ അടുത്ത് പോവാണ്. ലാർജ് പേടിയുണ്ട്. ടച്ച് ഇത് ലാർജാണ്. ഇതിനെക്കാട്ടി വലുതുണ്ട് ജെയിൻറ്റ്. സത്യം പറഞ്ഞാൽ പേടിയുണ്ട് കേട്ടോ. ഷോ കാണിക്കണല്ല, പേടിയുണ്ട്. ഇവരുടെ അടുത്ത് ഞാൻ മുണ്ട കഴിച്ചിട്ടാ വന്നേ. ചിലപ്പം അയ്യോ ഇവനെ പിടിച്ച് ഉമ്മ ഒന്നും വയ്ക്കാനുള്ള ധൈര്യമില്ല. ഓ ചേട്ടാ വേണ്ട കേട്ടോ, അരുത് കേട്ടോ, വിളിക്കല്ലേ. അപ്പോൾ അതിൻ്റെ പാടിന് കിടന്നോട്ടെ കേട്ടോ. ധൈര്യം സംഭരിച്ചേ ഇന്ന്. നെയിം നത്തിങ് കാത്തി. പേരൊന്നും ഞാൻ വിളിക്കില്ല, ചില പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കിയാലോ, പേടിയാ. ഇത് ലാർജാണ്. സോ ഇതിനെക്കാട്ടി വലുതുണ്ട് ഇവിടെ. ജെയിൻ്റ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും വാതിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് പേടി കൊണ്ട് മാത്രമാണ്. എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഭയങ്കര പോളിഷ്ഡ് ആട്ടാ. ഇത് വയസ്സാവും തോറും ഇതിൻ്റെ കളർ കുറയാണ് തോന്നുന്നു. അത് കുറച്ചും കൂടി കളർഫുള്ളാണ്. ഓക്കെ അനങ്ങല്ല, ഇങ്ങോട്ട് നോക്കണ്ട, ഞാൻ വിളിച്ചില്ല. ഒന്നുമില്ല അനക്കൊന്നുമില്ല. സോ എൻ്റെ കാലെ കൊണ്ട് ഒരു അടി കൊണ്ടാ തീരും നമ്മൾ. ചേട്ടാ വീഴല്ലേ, കിടന്നോ, ഒന്നുമില്ല. രാരീരാരോ ഉറങ്ങിക്കോ എണീക്കല്ലേ കേട്ടാ. ഗുഡ് ബോയ്. ചേട്ടാ വിളിക്കണ്ട, ഉറങ്ങട്ടെ.
ഓ ചാച്ചിക്കോ ഗുഡ് ബോയ്. കണ്ട കളിക്കണണ്ട ഈ ചേട്ടൻ പലതും കളിക്കും. നമ്മൾ അണ്ണാ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. കളിക്കണണ്ട ഒരു പൂച്ചക്കുട്ടി കളിക്കണം. ഒരു വലിയ പൂച്ച നമ്മുടെ അടുത്ത് നിന്ന് കളിച്ച് എങ്ങനെയൊക്കെ അതേപോലെയാണ് ഇരിക്കണം. പക്ഷെ നമ്മളെ മനസ്സിലൂടെ പട്ട നടിക്കുകയാണ്. ചേട്ടാ ഇതേ കണ്ടില്ലേ ഇവനാണ് നമ്മൾ ഇത്രയും നേരം കളിപ്പിക്കണം കേട്ടോ. ഓക്കെ പൂച്ചക്കുട്ടി പുള്ളിക്കുട്ടി ഞാൻ പോയിട്ട് വേണം ടാറ്റാ. അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും കാണാം. ഓക്കെ ടാറ്റാ. കൂടുതൽ വിളിക്കണ്ടേക്കോ അത് ഇറങ്ങി വന്നല്ലേ പണിയാ. ഇതാ അവൻ്റെ മോൻ കണ്ടാ അറിയാം. എന്താ നോക്കണേ നീ കൂട്ടി കിടക്കണം അല്ലേ ഞാൻ കാണിച്ചു തന്നെ കേട്ടാ. പോട്ടാ ഇവിടെ ഒരു തുറക്കമാണ് കേട്ടോ. ജിമ്മാ ഇത് ലവ് ഫെയിലിയർ ആണോ എന്ന് പറഞ്ഞൂടാ. ഭയങ്കര ഉറക്കോ. എന്തായാലും കിടന്നു പോണ്. താങ്ക് യു. കണ്ടാ പുലിയെ കണ്ടിട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു ഹാൻഡ് വാഷ് ഒക്കെ വരും. റാം റാം. ഹണിമൂൺ നോട്ട് ഹണിമൂൺ യൂട്യൂബ് വ്ളോഗിങ്. ഞാൻ പറഞ്ഞ ഇവിടെ ഒരുപാട് മലയാളികൾ വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ പരിചയപ്പെട്ടാണ്. നാടോടെ കൊച്ചി നമ്മുടെ കൊച്ചിക്കാരാ. തൃപ്പൂണിത്തുറയിൽ ആരോമൻ വിജയ്. ഹായ്. അടിപൊളിയാട്ടോ. എൻജോയ് ചെയ്തോ. സൂപ്പർ ഡൂപ്പറിനെ പുലി പിടിച്ചില്ല. ഒന്നും പറ്റിയില്ല. ജീവനോടെ തന്നെ വന്നു. ഓക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ടൈഗർ പാർക്കിൽ വരിക. ഫാമിലിയോടെ വരിക. കുഞ്ഞു പിള്ളേരെ കൊണ്ടുവരിക. അമ്മമാരെല്ലാവരും വന്ന് ടൈഗറിൻ്റെ ഫോട്ടോ എടുത്ത് ഭയങ്കര ക്യൂട്ടാണ്. ഒരുപാട് മലയാളീസുകൾ വന്നിട്ടുണ്ട്. പിന്നെ ടൈഗറിന്റെ ഫോട്ടോ എടുത്ത് തീരുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ധൈര്യം കിട്ടും. അതെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് അല്ലേ. അപ്പോൾ തായ്ലാൻഡിൻ്റെ പുതിയൊരു കണ്ടന്റ്, അടുത്തൊരു കണ്ടന്റ്, സൂപ്പർ കണ്ടന്റ് ഉടൻ വരും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ പോലെ ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വേണം. അതെ കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ തായ്ലാൻഡ് ധൈര്യത്തോടെ പോകുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണു. അപ്പം ബൈ.